ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടതായിട്ടുള്ള NCERT ടോപ്പിക്കിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ നിങ്ങൾ എത്ര അവേഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് ക്ലാസ് 12-നകത്ത് 6 ചാപ്റ്റേഴ്സ് വേണം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കൽ, പണവും ബാങ്കിങ് സംവിധാനവും, വരുമാനത്തിന്റെയും തൊഴിലിന്റെയും നിർണയം, ഗവൺമെന്റ് ബജറ്റും സമ്പദ്ഘടനയും, തുറന്ന സമ്പദ്ഘടന. ഈ 6 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും അതിനകത്തൊന്നും സ്കിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടില്ല. ഇത് ക്ലാസ് 11 ആണ്. എക്കണോമിക്സിനകത്ത് തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ സമ്പദ്ഘടന, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ, ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 കഴിഞ്ഞിട്ട് 6 വന്ന് 7 അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ്ഘടന: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ദാരിദ്ര്യം, ഗ്രാമവികസനം, തൊഴിൽ വളർച്ചയും അനൗപചാരിക വൽക്കരണവും. അങ്ങനെ അഞ്ചാമത്തത് വേണ്ട 7 വരെയുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. 5 മാർക്കിനാണ് എങ്കിലും ഒരു 4 മാർക്കൊക്കെ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഭരണഘടന റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പാർട്ട് 1 11ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തെ 9 വരെയുള്ള ചാപ്റ്റേഴ്സ് 1 മുതൽ എല്ലാം വേണ്ടതാണ്. ഒന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. അതുപോലെ തന്നെ പാർട്ട് 2 പൊളിറ്റിക്സിനകത്ത് ക്ലാസ് 11-നകത്തെ തന്നെയാണ്. 6, 9, 10 മാത്രം പ്രധാനമായിട്ടുള്ളത് പഠിച്ചേച്ചാൽ മതി. 6, 9, 10. ഇനി അടുത്തത് ക്ലാസ് 12ാം ക്ലാസ്സിലേതാണ്. NCERT-ക്കകത്തത് പാർട്ട് 1 ആണ്. പൊളിറ്റിക്സിനകത്ത് തന്നെ 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളുണ്ട്. ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം 2ാമത്തെ ചാപ്റ്റർ. 3ാമത്തത് ആസൂത്രണ വികസനത്തിന്റെ രാഷ്ട്രീയം. 4ാമത്തത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. 6 ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി. 7 5ാമത്തത് വേണ്ട ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം. 9 ഇന്ത്യൻ രാഷ്ട്രീയ കാലത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ. ഇനിയും 12ാം ക്ലാസ്സിലെ പാർട്ട് 2 പൊളിറ്റിക്സ് ശീതയുദ്ധ കാലഘട്ടം. അപ്പൊ അതായത് ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ഇനി സമകാലിക ദക്ഷിണ ഏഷ്യ 1 കഴിഞ്ഞിട്ട് 5 മതി. അന്തർദേശീയ സംഘടനകൾ. 8ാമത്തത് പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. 9ാമത്തത് ആഗോളവൽക്കരണം. പൊളിറ്റിക്സിനകത്ത് തന്നെയാണ് അത്രയും കാര്യങ്ങൾ വരുന്നത്. ജോഗ്രഫിക്കകത്ത് വരുന്ന സംഭവങ്ങൾ ആക്ച്വലി ഈ ഏരിയാസ് നമുക്ക് എവിടെ വരും? ചില കേസിനകത്തൊക്കെ നോക്കുന്ന സാധാരണയില് ഹിസ്റ്ററിക്കകത്തും ആ ഒരു ടോപ്പിക്ക് കയറി വരാവുന്നതാണ്. ഇനി ക്ലാസ് 11ാം ക്ലാസ് ജോഗ്രഫി 2ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ആന്തരിക ഘടന വേറെ ജോഗ്രഫിക്കകത്തും വരുന്നുണ്ട്. ഇവിടെയും വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് പഠിച്ചേക്കണം. ചരിവുതല പ്രക്രിയകൾ ചാപ്റ്റർ 4. ചാപ്റ്റർ 6 അരുവികള്. ചാപ്റ്റർ 7 കാറ്റ്. ചാപ്റ്റർ 8 ഹിമാനികൾ. ചാപ്റ്റർ 9 സമുദ്രങ്ങൾ. ചാപ്റ്റർ 10 പർവ്വതങ്ങൾ. 11 ധാതുക്കൾ പ്രധാനപ്പെട്ടവ. ഇനി ക്ലാസ് 11-ലെ തന്നെ വേറെ ഒരു ജോഗ്രഫിയുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ് ഭൂമിയുടെ ഉള്ളറ 3ാമത്തത്. 4ാമത്തത് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, ധാതുക്കളും ശിലകളും, അന്തരീക്ഷം, സൗരവികിരണം, അന്തരീക്ഷ ചംക്രമണങ്ങളും, ദിനാന്തരീക്ഷം. ഇപ്പൊ ഇതിന്റെ ലെഫ്റ്റിലുള്ളതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എന്ന് പറയുന്നത്. അതായിരിക്കും നമുക്ക് എപ്പോഴും മാർക്ക് ചെയ്ത് ഇത് പഠിച്ചോ അത് പഠിച്ചോ എന്നൊക്കെ ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾക്ക് മെന്റലി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടോട്ടലി ഒന്ന് എഴുതി വെക്കുന്നതായിരിക്കും ബെറ്റർ. ചാപ്റ്റേഴ്സിന്റെ നെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ക്ലാസ് 2 ജോഗ്രഫി ഇന്ത്യയുടെ സ്ഥാനം. ചാപ്റ്റർ 2 ഭൂപ്രകൃതി, നീരൊഴുക്ക്, കാലാവസ്ഥ, സ്വാഭാവിക സസ്യജാലങ്ങൾ, മണ്ണ്, പ്രകൃതിക്ഷോഭം, പ്രകൃതി ദുരന്തം. ഇതൊക്കെ ഓരോ മാർക്കിനെ ചോദ്യങ്ങൾ വരത്തുള്ളൂ എങ്കിലും നമ്മളത് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമല്ല നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിൻസ് പരീക്ഷയ്ക്ക് അത് നല്ലതായിട്ട് ഇതൊക്കെ കൃത്യമായിട്ട് വരും. 200 മാർക്കിന്റെ പരീക്ഷയൊക്കെ ആകുമ്പോൾ കുറച്ച് മാർക്ക് കൂടെ NCERT-ക്ക് ഓറിയന്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ വരും. സോറി, നമ്മൾ എവിടം വരെയാ പറഞ്ഞത്? നോക്കട്ടെ. ഇവിടം വരെയാണ് പറഞ്ഞത്. ക്ലാസ് 12 ഇനി ജോഗ്രഫിക്കകത്ത് പാർട്ട് 2-നകത്ത് അധ്യായം 7 ഭൂകമ്പങ്ങള്. 7, 8
വേറൊരു ജോഗ്രഫി ടെക്സ്റ്റിനകത്ത് ക്ലാസ് 12-നകത്ത് 7ഉം 8ഉം മാത്രം മതി. ഞാൻ നോർമലി ജോഗ്രഫി എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തന്നെ അല്ലാത്തത് ഫിസിക്കൽ ജോഗ്രഫി അങ്ങനെയൊക്കെയുള്ള കുറെ വേർഷൻസ് ഉണ്ട്. നമ്മളൊക്കെ എന്തായാലും ജോഗ്രഫി എന്ന് പറഞ്ഞ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തായിട്ട് ക്ലാസ് 12 എക്കണോമിക്സിനകത്ത് മുമ്പേ പഠിച്ചതിന്റെ കുറച്ച് ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നു. ജനസംഖ്യാ വിതരണം ഒന്നാമത്തത്, 4ാമത്തെ ചാപ്റ്റർ മനുഷ്യവാസ സ്ഥലങ്ങള്, 6ാമത്തത് ജലവിഭവങ്ങൾ, 7 ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധാതുക്കളും ഊർജ്ജ വിഭവങ്ങൾക്കകത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ, വൺ വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നന്നായിട്ട് പഠിക്കണം. പിന്നെ ഗതാഗതവും വാർത്താവിനിമയം അത്യാവശ്യം വേണ്ടതാണ്. 12ാമത് നമാമി ഗംഗ പോലെയുള്ള കുറച്ച് പദ്ധതികൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗാന്ധിജി ഓറിയന്റ് ചെയ്ത് വരുന്ന സംഭവം ആണ് രൂപാന്തരം 2ാം ഘട്ടം. പ്രധാനപ്പെട്ടത് മാത്രം കുറച്ച് വാരി വലിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട മാത്രം നമ്മൾ അതിനകത്തെ പഠിച്ചേച്ചാൽ മതി. ഇനി അത് 11ാം ക്ലാസ്സിലേതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് 4ാമത്തതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടുമേ ഉള്ളൂ ഒരു പാർട്ടിനകത്ത് വരുന്നത്. ഇനി ക്ലാസ് 12 അല്ലെങ്കിൽ NCERT 12ാം ക്ലാസ്സിൽ ഇത് 2, 5, 6, 8 ഒന്നുകിൽ നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ ഈ നമ്പേഴ്സ് അങ്ങ് എഴുതി വെച്ചിട്ട് അതങ്ങ് നോക്കി വെച്ചാലും മതി. 2, 5, 6, 8. ഈ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം, ഗ്രാമവികസനം, ഗ്രാമഭരണ സംവിധാനം, ഗാന്ധിജിയുടെ പരിസ്ഥിതി ചിന്തകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി. എല്ലാം ചിലതിന്റെ ഒന്നും വാരി വലിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല. ക്ലാസ് 12 എന്ന് പറയുന്നത് കർഷകരും സെമീന്ദാർമാരും ആണ്. കർഷകരും സെമീന്ദാർമാരും അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2 ചാപ്റ്റേഴ്സും മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരും. അതിന് നല്ല ഇമ്പോർട്ടൻസ് പ്രിലിംസിന് നിങ്ങൾ ഹിസ്റ്ററിക്ക് കൊടുത്ത് പഠിക്കണം. 10 മാർക്ക് ഹിസ്റ്ററിക്ക് ഓറിയന്റ് ചെയ്യുമ്പം ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അപ്പം ഇതെന്താണ്? കോളനി ഭരണവും ഗ്രാമപ്രദേശവും, 1857 കലാപം, സിവിൽ നിയമ ലംഘനം, വിഭജനത്തെ മനസ്സിലാക്കൽ, ആധുനിക പൂർവ്വ കേരളം, കേരളം ആധുനികതയിലേക്ക്. അപ്പൊ ഇതിന് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രം മതി നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഓറിയന്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഉള്ള ഇന്റർനാഷണൽ ഹിസ്റ്ററി ലെവല് നമ്മൾ ആദ്യം പൊളിറ്റിക്സിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്കിത് ടോട്ടലി ഒരു 80 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഒന്ന് വലിച്ചുവാരി പഠിക്കേണ്ടതായിട്ട് ഇല്ല. പ്രധാനമായിട്ടും ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് സെലക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. കാരണം ചില ചോദ്യങ്ങളൊക്കെ എന്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള പഠനം മതി എന്നിട്ടാണ് എന്റെ പേഴ്സണൽ ഉള്ള അഭിപ്രായം. അപ്പൊ ഈ പോയിന്റ്സുകളെല്ലാം ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ നിന്നിട്ടാണ്, അതായത് ഫോക്കസ് ഏരിയ വന്നിരിക്കുന്ന ഏരിയയിൽ നിന്നിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതാണ് NCERT. അപ്പൊ അത്രയും ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി പഠിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബുക്കിനകത്ത് കൃത്യമായിട്ട് 80 ടോപ്പിക്കുകളും എഴുതി വെക്കാവുന്നതാണ്. എന്നാലേ കാര്യം ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഓരോന്ന് പഠിച്ചതിന് ശേഷം ടിക്ക് മാർക്ക് ഇട്ട് പോകും. നമ്മൾ നിസ്സാരമല്ല, ഒരുവിധമൊക്കെ പഠിച്ച് നമ്മൾ സ്വന്തമായിട്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഈ ജോഗ്രഫി ഒക്കെ വരുമ്പം നമ്മൾ കയ്യിന്ന് പോകുന്ന ഒരു അവസ്ഥ വരും. പറ്റാത്തത് നമ്മൾ കുറച്ചൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ച് എടുക്കുക. കൃത്യമായിട്ടും ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.